ഒറ്റപ്പാലം അർബൻ ബാങ്ക് മുക്കുപണ്ട പണയത്തട്ടിപ്പ് കേസിൽ പ്രതിയായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലക്ഷ്മി ദേവി ഓഫീസിലെത്തിയിട്ട് ദിവസങ്ങളായി എന്ന് കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് 24-നോട് പറഞ്ഞു. തട്ടിപ്പ് വിവരം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് എന്നാണ് ദേവദാസ് വിശദീകരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ദേവദാസാണ് നമ്മോടൊപ്പം ചേരുന്നത്. അറിഞ്ഞിരിക്കുമല്ലോ, പത്രവാർത്തകളിലൂടെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങളും അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ മെമ്പർ തന്നെയല്ലേ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തന്നെയല്ലേ ഈ ലക്ഷ്മി ദേവി? എവിടെയാണെന്ന് വല്ല ധാരണയുണ്ടോ? ഇല്ല, അവർ മുൻപ് കൊടുവായൂരായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 3-4 മാസമായിട്ട് പത്തിരിപ്പാലിയിലാണ് താമസിക്കുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇവർ ഒരു ഫ്രോഡ് കാണിക്കാനുള്ളൊരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? അതറിയില്ല. അത് മുമ്പ് അവരുടെ മകൻ്റെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പൊതുവിൽ പറയാറുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മളോട് പറയുകയോ അല്ലെങ്കിൽ നമ്മളത് സംബന്ധിച്ച് അന്വേഷിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മറ്റു തരത്തിലുള്ള ഇതിലൂടെ മാത്രമാണ് കൂടിയാലോചനയുള്ള ഇതിലും കഴിഞ്ഞിരുന്നോ? ഏതെങ്കിലും നടപടി തരത്തിലുള്ള കൂടിയാലോചന? റീസെൻ്റ്ലി 2 ദിവസമായിട്ടില്ല വാർത്ത വന്നിട്ട്. പാർട്ടി നേതാക്കന്മാരൊക്കെ തന്നെ സമ്മേളനത്തിലല്ലേ. ഈ പറയുന്ന കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അതനുസരിച്ച് പാർട്ടി കൈകാര്യം ചെയ്യുമല്ലോ. ഇവർക്ക് മറ്റു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഈ ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് പറയാനോ? ഇല്ല, നമ്മളുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു നടപടി എന്തായിരിക്കും ഇവർ ഇത്തരത്തിലൊരു ഫ്രോഡ് കാണിച്ചത്? ലീഗലായിട്ട് അന്വേഷിക്കാൻ വേണ്ടി സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇങ്ങനെയൊരു ഒഫൻസ് വന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ലീഗലായിട്ട് അന്വേഷിക്കാൻ വേണ്ടി സെക്രട്ടറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മോഹനകൃഷ്ണൻ ഏതെങ്കിലും തരത്തിലുള്ള പരിചയം അങ്ങനെയൊന്നും? ഇല്ല, പരിചയമില്ല. എന്തായാലും പാർട്ടി നടപടി ഉണ്ടാകുമെന്നാണ് ഏരിയ കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം അടക്കം പറയുന്നത്. കുഴൽമന്ദം ഏരിയ കമ്മിറ്റി മെമ്പറാണ്. എന്തായാലും ഇപ്പോൾ ഈ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഒറ്റപ്പാലം പോലീസും അറിയിച്ചിട്ടുള്ളത്. രാജീവ് സുധേനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. താങ്ക് യു ശ്രീജിത്ത്.